ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് കേരളത്തിൽ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന എന്റെ ജനസമ്പർക്ക പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പരാതി എനിക്ക് നേരിട്ട് തരാം. ഞാൻ അതിന് പരിഹാരം കാണുന്നതാണ്. എടോ ചീഫ് മിനിസ്റ്ററെ. ചീഫ് മിനിസ്റ്റർ അല്ല, ചീഫ് മിനിസ്റ്റർ. എന്ത് കുന്ത്രാണ്ടമെങ്കിലും ആവട്ടെ, കേരളത്തിലെ മലയാളികളെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ താൻ ഇവരെ പറ്റിക്കാൻ നോക്കണ്ട. ഇവര് ഗൾഫിൽ വന്ന് അധ്വാനിച്ചു ബുദ്ധി തെളിഞ്ഞ മലയാളികളാണ്. സമയം കളയാതെ ലാൽ സലാം ഹബീബി ഉദ്ഘാടനം ചെയ്ത് സ്ഥലം കാലിയാക്കാൻ നോക്കണോ. അതെ, ലാൽ സലാം ഹബീബി അല്ല, സലാം ഹബീബി. ലാൽ സലാം ഹബീബിയാണ് അതിന്റെ ഭംഗി. കേരളത്തിൽ ഓടി നടന്ന് ജനസമ്പർക്ക പരിപാടി എന്ന കുന്തോം പറഞ്ഞ് ചാക്ക് കണക്കിന് അപേക്ഷ സ്വീകരിച്ചിട്ട് ഒരപേക്ഷക്കെങ്കിലും താൻ പരിഹാരം കണ്ടോടൂ മിനിസ്റ്ററെ. വരൾച്ചയാണ്, വെള്ളം കിട്ടാനില്ല എന്ന് പറഞ്ഞു തന്ന കർഷകരുടെ പരാതിക്ക് ഞാൻ പരിഹാരം കാണുകയുണ്ടായി. 15 കിലോ അരി വീതം ഞാൻ അവർക്ക് നേരിട്ട് എത്തിച്ചു കൊടുത്തല്ലോ. വെള്ളം കിട്ടാത്തവർക്ക് അരി കൊടുത്തിട്ട് അവരെങ്ങനെ തിന്നാനാടോ? അരി വറുത്തു തിന്നും. എന്താണോ? ഫ്രൈഡ് റൈസ്. അപ്പോൾ തനിക്ക് ആര് പരാതി തന്നാലും താൻ പരിഹരിക്കുമല്ലേ? തീർച്ചയായിട്ടും. എന്നാൽ എനിക്കൊരു പരാതിയുണ്ട്. എന്നെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഞാൻ അത് പരിഹരിച്ചിരിക്കും. എന്നെ കൊണ്ടേ സാധിക്കൂ. ഇന്ന് പരാതി പിടിച്ചു. എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെക്കുക. എന്നിട്ട് ആ സ്ഥാനത്ത് ഇരിക്കുവാൻ കഴിവും പ്രാപ്തിയും യോഗ്യതയുമുള്ള ഒരാൾ താങ്കളുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അയാളെ മുഖ്യമന്ത്രിയാക്കുക. അയ്യോ, ഇത് പരാതിയല്ല, പരാക്രമവും ആക്രാന്തവുമാണ്. ഞാൻ രാജിവെച്ചാലും താൻ എന്തായാലും മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല. അതിന് തന്റെ കുടുംബക്കാർ തന്നെ തനിക്കിട്ട് പാരവച്ചോളും. മുഖ്യമന്ത്രി രാജിവെക്കുക, രാജിവെച്ച് പുറത്തു പോകുക. ഇത് തന്നെയാണ് ഇയാളെ മുഖ്യമന്ത്രിയാക്കാത്തത്. കാരണം ഇയാൾ മുഖ്യമന്ത്രിയായാലും ഇയാൾ ഇത് തന്നെ പറയും, മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന്. കാരണം 10-30 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകുക. ഇയാളോട് സംസാരിച്ചാൽ എന്റെ നാവിലെ വെള്ളം പറ്റുമല്ലോ എന്റെ മണ്ണാറക്കാട് പുണ്യാളോ. അതെ, ഇത്തിരി വെള്ളം കുടിക്കാൻ എന്താണ് ഒരു വഴി? ഇവിടെ വന്നിട്ടും വെള്ളം കുടിക്കണോ? കേരളത്തിൽ താൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. കാരണം ഇയാള് ഭരിക്കാൻ തുടങ്ങിയത് മുതൽ കേരളത്തിൽ പീഡനമല്ലേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്റെ ഭരണം കാരണമല്ല കേരളത്തിൽ പീഡനം നടക്കുന്നത്. കാ എന്ന അക്ഷരം എവിടെയുണ്ടോ അവിടെ പീഡനം നടക്കുമെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. കാരണം കേരളത്തിൽ കായുണ്ട്. ഈ അടുത്ത് പീഡനം നടന്ന കിഴിരൂര് കായുണ്ട്, കോഴിക്കോട് കായുണ്ട്, കോതമംഗലത്തും കായുണ്ട്. കായുള്ളത് കൊണ്ടാണ് പീഡനം നടക്കുന്നതെന്ന് താൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം തന്റെ നാട്ടുകാര് തന്നെ ഓമനിച്ചു വിളിക്കുന്ന പേര് കുഞ്ഞൂഞ്ഞെന്നല്ലേ. ആ കുഞ്ഞൂഞ്ഞിലുമുണ്ട് ഒരു കുഞ്ഞ് കാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. കായുടെ കാര്യം പറഞ്ഞ് താനിവിടെ കത്തിവെച്ച് നിന്നാൽ നമ്മൾ വന്ന കാര്യം നടക്കില്ല. അതുകൊണ്ട് സലാം ഹബീബി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ലാൽ സലാം ഹബീബി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാനും പ്രഖ്യാപിക്കുന്നു. പ്രശസ്ത സഖാവായ സിദ്ദിഖ് അണിയിച്ചൊരുക്കിയിട്ടുള്ള, പ്രശസ്ത സഖാവായതല്ല, പ്രശസ്ത സംവിധായകനായ സിദ്ദിഖ്, പ്രശസ്ത സംവിധായകനായ സിദ്ദിഖ് അണിയിച്ചൊരുക്കിയിട്ടുള്ള ഈ സലാം ഹബീബിയിലെ കലാകാരന്മാരെയും കലാകാരികളെയും നമുക്കൊന്ന് പരിചയപ്പെടേണ്ടേടൂ. പരിചയപ്പെടണം. അതിൽ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഇതിലെ നൃത്തരംഗങ്ങൾ വെട്ടിനിർത്തിയല്ല ചിട്ടപ്പെടുത്തിയ, അതെ, വെട്ടിനിരത്തി ചിട്ടപ്പെടുത്തിയ മിടുക്കൻ ക്രോണിക് ബാച്ചിലറിലൂടെ പ്രശസ്തനായ ഹരികുമാർ മാസ്റ്റർ. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. കാരണം നമ്മുടെ പാർട്ടിയിൽപ്പെട്ടവരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുവശത്തിരിക്കുന്ന എന്റെ പാർട്ടികളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. അതെ, വലതുവശത്ത് ആരുമില്ല. വലതുവശത്ത് ആരുമില്ലേ? എന്നാലും ഇവിടെ ഇരിക്കുന്നതെല്ലാം എന്റെ പാർട്ടിക്കാർ കൂടിയാണ്. ഇനി നമ്മുടെ താരങ്ങൾ, നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിൽപ്പെട്ട താരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള താരങ്ങളുമുണ്ട്. മലയാളം, തമിഴ്, ഹിന്ദി എല്ലാ മേഖലകളിൽ നിന്നുമുണ്ട്. ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇഷ്ടം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ ഇഷ്ടനായികയായി മാറിയ നവ്യ നായർ.
അടുത്തതായിട്ട് ബാലതാരമായി സിനിമയിലെത്തി ഇപ്പോൾ യുവതാരമായി വിലസുന്ന വിനീത് കുമാർ. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. മലയാളിയായ ആദ്യത്തെ മിസ് ഇന്ത്യ ഇഷ്ക് എന്ന ഹിന്ദി ചിത്രത്തിൽ ആമിർ ഖാന്റെയും അജയ് ദേവ്ഖാന്റെയും ഒപ്പവും അഭിനയിച്ച മിസ് ശ്വേത മേനോൻ. ഉത്തമൻ എന്ന ചിത്രത്തിലൂടെ നായികയായി വന്നിട്ട് തമിഴും തെലുങ്കിലും വിലസിന്ന സിന്ധു മേനോൻ. കോഴിക്കോട് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്, പക്ഷെ ഇദ്ദേഹത്തിന് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കോഴിക്കോടിന്റെ അഭിമാന താരമായി മാറി, മലയാളികളുടെ അഭിമാന താരമായി മാറിയ മാമു കോയിക്ക. നമ്മുടെ മാമു കോയിക്ക ഒരു 2 വാക്ക് മലയാളികളോട് സംസാരിക്കാം. സഖാവ് മാമുക്ക ഇപ്പോൾ 2 വാക്ക് സംസാരിക്കും. സഖാവല്ല. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സലാം ഹബീബി, സലാം ഹബീബി. സ്നേഹം തുളുമ്പുന്ന അമ്മയും കുറുമ്പുകാരി നാത്തൂനും, അങ്ങനെ നിരവധി വേഷപ്പകർച്ചകളിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട KPAC ലളിത. ലളിത ചേച്ചി 2 വാക്ക് പറയൂ. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഞാൻ ദുബായിൽ ആദ്യമായിട്ടല്ല വരുന്നത്. ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്ന് വളരെ ചെറിയ കുട്ടികളായിരുന്നവരൊക്കെ ഇപ്പം വലുതായിട്ട് കല്യാണമൊക്കെ കഴിച്ചാണ്ടാണ് വീട്ടിൽ കൂടെ ഇരിക്കുന്നത്. ഞാൻ വളരെ മുമ്പാണ് ഇവിടെ വന്നതെന്ന് പറയായിരുന്നു. വീണ്ടും ഇവിടെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ പരിപാടി നിങ്ങളെല്ലാവരും ചേർന്ന് വിജയിപ്പിച്ചു തരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. സംവിധായകനായ ഭരതന്റെയും KPAC ലളിതയുടെയും വീട്ടിൽ നിന്നും ഇതാ ഒരു പുത്തൻ താരോദയം, സിദ്ധാർത്ഥൻ. നമ്മളെന്ന സിനിമയിലൂടെ നമ്മുടെ എല്ലാം മനസ്സ് കീഴടക്കിയ നായിക രേണുക മേനോൻ. ഇടവേളകളില്ലാതെ മലയാള സിനിമയിൽ സജീവമായിരിക്കുന്ന ഇടവേള ബാബു, ദ ഇന്റർവെൽ ബാബു. ക്യാരക്ടർ റോളുകളിലൂടെ ക്യാരക്ടർ റോളുകളിലൂടെ മലയാളികളുടെ താരമായ ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കരെ 2 വാക്ക് പറഞ്ഞിട്ട് പോകണ്ടേ, നിക്കളഞ്ഞല്ലോ. മലയാള സിനിമയിൽ ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സലീം കുമാർ. നല്ലവരായ എൻ്റെ എല്ലാ മലയാളി സുഹൃത്തുക്കളും
സർവശക്തൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം നിങ്ങളുടെ സന്നിധമാണ്. സിനിമയിൽ ഇന്ദ്രജാലങ്ങൾ കാട്ടി വിലസുന്ന നമ്മുടെ ഇന്ദ്രജ. മലയാള സിനിമയുടെ ഹാസ്യത്തിന്റെ ഇന്ദ്രനായി മാറിയ ഇന്ദ്രൻസ്. മലയാളി തനിമയുള്ള പേരുമായി മലയാള സിനിമയിലെത്തി. മലയാള സിനിമയുടെ രോമാഞ്ചമായ കൊച്ചു സുന്ദരി മീനാക്ഷി. ദക്ഷിണേന്ത്യയിലെ പ്രശസ്തനായ താരം മിസ്റ്റർ വിനീത്. ഗോഡ്ഫാദറിലൂടെ ഹരിശ്രീ കുറിച്ച് സിനിമയിലെത്തി. ഇപ്പോൾ മലയാള സിനിമ ഹാസ്യത്തിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഹാസ്യതാരം ഹരിശ്രീ അശോകൻ. രണ്ടു വാക്ക്. പ്രിയപ്പെട്ടവരെ, എനിക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. സലാം ഹബീബിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി. തെന്നിന്ത്യയിൽ വരെ മലയാളത്തിന്റെ വെന്നിക്കൊടി പാറിച്ച നമ്മുടെ നേതാവ് കലാഭവൻ മണി. രണ്ടു വാക്ക്. സുഹൃത്തല്ലേ സഖാവേ? അതേ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും സലാം ഹബീബി. താങ്ക് യു. തെന്നിന്ത്യയിലെ സൂപ്പർ നായിക രംഭ.